നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 713th day. Today 32nd sloka of Pradhama Skandha 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 713ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോർ അവിഘാതഗതിക്വചിത്. ഓം തത്സത്. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോർ അവിഘാതഗതിക്വചിത്. ഓം തത്സത്. അന്തർബഹി ച ലോകാം സ്ത്രീൻ സ്ത്രീൻ ലോകാനുള്ള ലോകാം സ്ത്രീൻ പര്യേമി അസ്കന്ദിത വ്രത അനുഗ്രഹാൻ മഹാവിഷ്ണു അവിഘാതതി ക്വചിത്. അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട് ക്വചിത് ഒരിടത്തും അവിഘാതഗതി അതായത് തടസ്സമില്ലാത്ത ഗതിയോടുകൂടിയവൻ വിഘാതയില്ലാത്ത ഗതിയോട് കൂടിയവനും അസ്കന്ദിത വ്രത തടസ്സമില്ലാത്ത വ്രതത്തോട് കൂടിയവനുമായിട്ട് ത്രീൻ ലോകാൻ മൂന്ന് ലോകങ്ങളെയും അന്തർബഹി ച ഉള്ളിലും പുറത്തും. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ബഹി പുറത്ത്, ച അകത്തും പുറത്തും ഉള്ളിലും പുറത്തും പര്യേമി സഞ്ചരിക്കുന്നേൻ. അതായത് നാരദർ പറയുകയാണ്, ഞാൻ ആ മഹാവിഷ്ണുവിൻ്റെ പ്രസാദം ഹേതുവായിട്ട് അനുഗ്രഹം ഹേതുവായിട്ട് ബ്രഹ്മചര്യവ്രതത്തോടു കൂടി എൻ്റെ ബ്രഹ്മചര്യവ്രതത്തിന് യാതൊരു മുടക്കവും കൂടാതെ തടസ്സവും കൂടാതെ ഒരിടത്തും അതിന് സഞ്ചരിക്കുന്നതിനും തടസ്സമില്ലാതെ മൂന്ന് ലോകങ്ങളിലും ഉള്ളിലും പുറത്തും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് ഇപ്രകാരം മൂന്ന് ലോകങ്ങളിലും ഒരു തടസ്സവുമില്ലാതെ ശുദ്ധമായ വ്രതത്തോടുകൂടി സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയുകയാണ്. കർമ്മത്തിൽ ശ്രദ്ധയോടു കൂടിയവർ ഈ ലോകത്തിന് പുറത്ത് സഞ്ചരിക്കുകയില്ല. തപസ് മുതലായവ കൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിച്ചവർക്ക് ഈ ലോകത്ത് വരാനും പറ്റുകയില്ല. എന്നാൽ ഈ നാരദരാകട്ടെ ഈ മൂന്ന് ലോകത്തിൻ്റെയും ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മികളെയും താപസന്മാരെയും എല്ലാം അതിക്രമിച്ചിരിക്കുന്നു. അതിന് ഒരേ കാരണം വിഷ്ണുവിൻ്റെ പ്രസാദമാണ് എന്നാണ് പറയുന്നത്. വ്യാസമഹർഷി വിഷ്ണുവിൻ്റെ പ്രസാദം ലഭിക്കുവാനുള്ള ഒരു ഗ്രന്ഥം രചിക്കൂ എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമാണോ ആ ഭഗവത് പ്രസാദം എന്ന് പറയുന്ന സാധാരണക്കാർക്ക് ആ ഭഗവത് പ്രസാദം ലഭിക്കുന്നത് എളുപ്പമാണോ എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് തൻ്റെ പൂർവകഥ നാരദർ പറഞ്ഞു കൊടുക്കുകയാണ്. വെറും ഒരു ചെറിയ ബാലനായിട്ട് ആ ഭഗവാനിലുള്ള തൻ്റെ ഭക്തി കാരണം തനിക്ക് സിദ്ധിച്ച ഈ വലിയ പദവി എപ്രകാരമാണോ അപ്രകാരം തന്നെ എല്ലാ സാധാരണക്കാർക്കും ആ ഭഗവത് അനുഗ്രഹം ലഭിക്കുവാൻ യോഗ്യതയുണ്ട്, സാധിക്കും. അതിന് ആവശ്യമായ ഒരു ഗ്രന്ഥം രചിച്ചു കൊടുക്കൂ സാധാരണക്കാരെ ഉദ്ധരിക്കുവാൻ വേണ്ടി എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് നാരദർ തൻ്റെ പൂർവകഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി.
അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാതഗതി ക്വചിത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.